78ാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന നമ്മുടെ ഭാരതത്തിൽ ഇന്നേ ദിവസം 78 വർഷം മുൻപേ നടന്ന സംഭവങ്ങളുടെ പരമ്പരകൾ ഹൃദയത്തിലൂടെ ഒരു ചിന്ത എന്നതുപോലെ കടന്നു പോകുന്ന ദിവസമാണിന്നെന്ന കാര്യം മറക്കണ്ട. രാജ്യത്തിന്റെ സമാധാനം വെട്ടിപ്പിടിക്കുവാനായി സമരമുറകളിലൂടെ നമ്മുടെ രാജ്യത്തിന് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം, ഉപ്പ് സത്യാഗ്രഹം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അനവധി സമരമുറകളിലൂടെ നമ്മുടെ രാജ്യത്തിന് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം, അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ സ്മരിക്കുവാനുള്ള സമയമാണിത്. ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ പ്രത്യേകിച്ചും ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് സന്തോഷം ഹൃദയത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യർക്ക് ഉള്ളപ്പോൾ തന്നെ എത്രയെത്രയോ കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായ സത്യമാണ്. പല വ്യക്തികൾക്കും സ്വാതന്ത്ര്യമൊന്നും ലഭിച്ചിട്ടില്ല. പലവിധമാകുന്ന പ്രശ്നങ്ങളിലും മനുഷ്യൻ ഈടുറ്റു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട് ശ്വസനേഖലായി മാറുമ്പോൾ മനുഷ്യന് സമാധാനം എങ്ങനെ കൊണ്ടുവരാം, ഇവിടെ ലഹരി വിമുക്ത ഭാരതമാക്കി തീർക്കാമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ നന്നായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമുദായിക മത നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ പോലീസ് അധികാരികളും ആവോളം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നല്ലൊരു രാജ്യം ചവച്ച് അരച്ച് ഒരുക്കിയെടുക്കുവാൻ. ആവോളം ശ്രമിക്കുന്ന പദ്ധതികൾ പലതും പരാജയപ്പെട്ടു പോവുകയാണ്. ഇതിന്റെ പിന്നിലെ ചേതോവികാരം വളരെ വേദനാജനകമാണ്. ഇന്ന് രാവിലെ അടൂര് ക്രൈംബ്രാഞ്ച് പോലീസ് അധികാരിയായിരിക്കുന്ന ജോൺ സാർ ഉദ്ഘാടനം ചെയ്ത് ഈ കവലപ്രസംഗം ബോധവൽക്കരണം നടത്തുകയാണ്. പ്രഭാതം മുതൽ ഞങ്ങളെ ഈ വെയിൽ കൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രഭാഷണം നടത്തി വരുന്നതിന്റെ പിന്നിലെ ചേതോവികാരം ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഹൃദയത്തിലെ കൃത്തടത്തിലെ ആഗ്രഹം. അതിനായി പല കവലകളിലും ഇതുപോലെ വിവിധ പ്രവർത്തകർ, സംഘാടകർ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ചിലർക്ക് ഇഷ്ടം തോന്നുകയില്ല. ചിലരെന്തോ വെറുപ്പിലൊക്കെ വന്ന് സംസാരിക്കുന്നു. സൗണ്ട് വളരെ കൂടുതലാണെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. സുഹൃത്തേ, താങ്കളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിവിധ ഇടങ്ങളിലെ പ്രഭാഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആരും അല്ല എന്ന് ഓർക്കണം. ഒരുപക്ഷെ താങ്കൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായിരിക്കാം, പോലീസ് അധികാരികളുടെ ഒത്തിരി സ്വാധീനം ഉണ്ടായിരിക്കാം, മറ്റാരൊക്കെ ഗുണ്ടാ സംഘങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയുണ്ടായിരിക്കാം. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ബോധവൽക്കരണം നടത്തുന്നവരുടെ തോളിലോട്ടൊന്നും വന്ന് കയറണ്ട എന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇങ്ങനെ ബോധവൽക്കരണം നടത്തുന്നത് നിങ്ങളുടെ ആരുടെയും ചെലവിലല്ല. മനസാക്ഷി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിമിത്തം ഒരുപാട് യുവത്വങ്ങൾ നല്ല വഴിയിൽ വന്നിട്ടുണ്ട്. നീ പാപിയാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിനക്ക് ഇഷ്ടമില്ലായിരിക്കും. അത് നിന്റെ അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെ കുഴപ്പമാണ്. അത് ഞങ്ങൾ പാപിയാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? സ്വന്തം ഉദരം തന്ന അമ്മയെ മൃഗീയമായി കൊല്ലുന്ന നിന്നെ പാപി എന്ന് വിളിക്കാതെ പിന്നെ എന്താ സുഹൃത്തെ വിളിക്കേണ്ടത്? കൂടെ ഉദരം പങ്കിട്ട സഹോദരിമാരെ യാതൊരു മനുഷ്യത്വമില്ലാതെ മൃഗീയത്വം കാണിക്കുന്ന നിന്നെ മൃഗമെന്നല്ലാതെ ഭാവിയെന്നല്ലാതെ എന്താ സുഹൃത്തെ വിളിക്കേണ്ടത്? പോറ്റി പുലർത്തിയ അപ്പനെ കഴുത്തിന് കടക്കൽ കത്തിവെക്കുന്ന നിന്നെ ഭാവിയെന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? അതിന് പ്രശ്നമുണ്ടാക്കി അയൽവക്കക്കാരന്റെ പള്ള കുത്തിക്കീറി സമാധാനം നഷ്ടപ്പെട്ട് നിന്നെ തെരുവിലാക്കിയതിന്റെ കാരണം മൂലചുഴി മദ്യമാണ്, ഭാവമാണ്. അത് വിളിച്ചു പറയുന്നവരെ നിനക്ക് വെറുപ്പായിരിക്കാം. എങ്കിലും കേട്ടോ, പറയാം. ഇവിടുന്ന് ഉപരിപഠനത്തിനായി മെട്രോ സിറ്റികളിലേക്ക് കടത്തിവിടുന്ന കുഞ്ഞുങ്ങളെ പഠനം കഴിഞ്ഞ് നല്ലൊരു വിദ്യാർത്ഥിയായി, നല്ലൊരു ഡോക്ടറായി, നല്ലൊരു എഞ്ചിനീയറായി, നല്ലൊരു മാന്യ വ്യക്തിയായി കാണാമെന്ന് കരുതിയിട്ട ഇവിടെ പല മാതാപിതാക്കളും അവരവരുടെ കുഞ്ഞുങ്ങളെ വിവിധ ഇടങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി അയക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴോ
അവിടെയുള്ള ലഹരി മാഫിയ വലവിരിച്ചവരെ പിടിക്കുകയാണ്. ലഹരിയുടെ ആ വല്ലാത്ത പ്രസരിപ്പിനകത്ത് മനുഷ്യൻ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി നിമിത്തം ഉണ്ടാകുന്ന വിഷയം അതിദാരുണമായ വിഷയമാണ്. ലഹരി നിമിത്തം ഉണ്ടാകുന്ന വിഷയം കുടുംബങ്ങൾ ശിഥിലമാകുന്നു. ലഹരി നിമിത്തം ഉണ്ടാകുന്ന വിഷയം സഹോദരങ്ങളെ പരസ്പരം അറിയാത്ത നിലവാരത്തിൽ തങ്ങളിൽ കുത്തി കീറുന്ന ചീറ്റുന്ന ഒരു പ്രവണതയിലേക്ക് ലഹരി ഉപയോഗിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എവിടെയാ ലഹരി ഇല്ലാത്തത്? വിവാഹം നടക്കണമെങ്കിൽ ആ വീട്ടിൽ ലഹരി വേണം, മദ്യം വേണം. കുഞ്ഞ് ജനിച്ചാൽ മദ്യമുണ്ട് ആ വീട്ടിൽ. അതുപോലെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ മദ്യം വിളമ്പും. എല്ലാറ്റിനും മദ്യമാണ് കാരണം. മദ്യം വല്ലാത്ത വിപത്തിലേക്ക് നമ്മുടെ കേരളക്കരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് സായിപ്പ് വന്ന് ഇടുക്കിയുടെ വനമേഖലയിൽ നിന്ന് ആ ഇടുക്കി മൊത്തം ഒന്ന് കണ്ട് ആസ്വദിച്ചു. അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടം തോന്നി. ഇടുക്കിയുടെ മണിമകുടമായിരിക്കുന്ന പർവ്വതങ്ങളും ആ പച്ചിപ്പുകളും താഴ്വരകളും മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം നന്നായി ഒന്ന് ആസ്വദിച്ചിട്ട് അവിടെയുള്ള ഒരു പാറയിൽ കൊത്തിവെച്ചു, ഗോഡ്സ് ആൻഡ് കൺട്രി, ഇത് ദൈവത്തിന്റെ രാജ്യമാണെന്ന്, ദൈവത്തിന്റെ നാടാണെന്ന് കൊത്തിവെച്ചിട്ട് താൻ പോയി. ഇവിടെയുള്ള കേരള ടൂറിസം അത് നന്നായി ചുമലിൽ വഹിച്ചു. കേരള ടൂറിസം ആ പേര് നമ്മുടെ കേരളത്തിന് കൊടുത്തു. ഗോഡ്സ് ആൻഡ് കൺട്രി, നല്ല രാജ്യം, നല്ല സ്ഥലം. അത് നമ്മുടെ എഴുത്തുകളിൽ മാത്രം ഒതുങ്ങി ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന് പറയുന്ന ഈ രാജ്യത്തുണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഈ രാജ്യത്തുണ്ടാകുന്ന മോഷണങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? ഇവിടെ ആവശ്യത്തിന് തലമുറകളെ നശിപ്പിക്കുന്ന മരണമെന്ന സംഹിത വളർന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ്? കോളേജിന്റെ ക്യാമ്പസുകളിലും കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ഇന്ന് മദ്യം ഒരു മദ്യശാല പോലെ ആയിരിക്കുകയാണ്. തെരുവീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പലരും മദ്യപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പെറ്റു വളർത്തിയ കുഞ്ഞുങ്ങളെ തെരുവിൽ വിടാൻ പറ്റാത്തതുപോലെ മനുഷ്യർക്ക് ഭയമായി മാറുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചു ചീന്തുന്ന മൃഗീയന്മാരുള്ള ഈ ദേശത്ത് മനുഷ്യനെ പാവിയെന്നല്ലാതെ എന്താ സുഹൃത്തെ വിളിക്കേണ്ടത്? താങ്കൾ പറയൂ. പാവം ചെയ്യുന്നവരെ ഭാവി എന്നല്ലേ വിളിക്കേണ്ടത്? ഇവിടെയുള്ള പത്രവാർത്തകള്, ദർശനവാർത്തകള് എന്ന് വേണ്ട മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ എന്താ? ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ? സംഭവത്തിന്റെ പരമ്പരയല്ലേ? മരണം ഇവിടെ വർദ്ധിച്ചുകൊണ്ട് വരികയല്ലേ? സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? മനുഷ്യന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഈ പ്രഭാഷണം ഞങ്ങൾ ഇങ്ങനെ തുടർമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ഇതിന്റെ പ്രഭാഷണം നടത്തുന്നവരാണ്. സുഹൃത്തെ, ഇവിടെ നിന്ന് ക്യാമ്പസുകളിലും കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അവിടെ ചെന്നു കഴിയുമ്പോൾ അവർ വല്ലാത്ത പരിപരിപ്പിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്ന അവരുടെ പാർട്ടികൾ, DJ പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. DJ പാർട്ടി ഒരുക്കി കൊടുക്കുന്നത് അവിടെ ലഹരിയുടെ ഒരു വലിയ സംഭവം പരമ്പര തന്നെയാണ് അവിടെ ഒരുക്കുന്നത്. കഞ്ചാവ്, ഹെറോയിൻ, മോർഫൈൻ, കൊക്കോയിൻ എന്ന് വേണ്ട, മാജിക് മിഷൻ, മയമയ, അതുപോലെ തന്നെ മൈസൂർ മാംഗോ, ഇങ്ങനെ വ്യത്യസ്തമായ LS ഷാബുകൾ, അതുപോലെ തന്നെ MDA, ഇങ്ങനെ വിവിധ തരത്തിലുള്ള നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന മയക്കുമരുന്നുടെ വലിയ മാഫിയ ഇവിടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആരാണ് വളരുന്നത്? മയക്കുമരുന്ന് വിറ്റഴിയപ്പെടുന്ന മാഫിയ സംഘം ഇവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിടിമുറുക്കത്തിനകത്ത് നമ്മുടെ കുരുന്തോമലകൾ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ നമ്മുടെ തലമുറയെ പിടിച്ചെടുക്കാൻ പറ്റും? ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും. മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യൻ പോകുന്നതിന്റെ കാരണം ഇവിടെ സംഭവിക്കുന്നത് മദ്യത്തിന്റെ പരമ്പരയാണ്. ഇതിനെ എങ്ങനെ തീർത്തു കളയാം, എങ്ങനെ നീക്കിക്കളയാമെന്ന് കണ്ടിട്ട് നമ്മൾ പല വാർത്തകളും കണ്ടവരല്ലേ ഇവിടെ നടന്നത്. ഇവിടെ അടൂർ ടൗണിൽ ഈ പ്രൈവറ്റ് സ്റ്റാൻഡിനടുത്ത് 4 പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് നടന്നു വന്ന സംഭവം കേരളക്കാരെ ലജ്ജയോട് നോക്കിയതല്ലേ? വീടുകളിൽ മദ്യമില്ലാതെ പറ്റുമോ? പെൺകുഞ്ഞുങ്ങൾക്ക് മദ്യമില്ലാതെ പറ്റുമോ? പെണ്ണുങ്ങളും ആണുങ്ങളും മാതാപിതാക്കളും ഒരുപോലെ ചേർന്ന് വീട്ടിനകത്ത് മദ്യം നുകരുന്ന കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്ന, ഉച്ചസ്വരം പറയുന്ന കാര്യം ഇതാണ്: മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമമാണ് യേശുവിന്റെ നാമം. ഈ മനുഷ്യനെ മനുഷ്യനായി കൊണ്ടുവരുവാൻ,
ഇവിടുത്തെ തത്വസംഗതികൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ ബുദ്ധി രാക്ഷസന്മാർക്ക് കഴിയത്തില്ല, ഇവിടുത്തെ ജ്ഞാനികൾക്ക് കഴിയത്തില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയത്തില്ല, പോലീസ് അധികാരികൾക്ക് കഴിയത്തില്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്, ആവോളം ശ്രമിക്കുന്നുണ്ട് സുഹൃത്തെ, കഴിയുന്നില്ല. എന്നാൽ മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, കിരാതന്മാരെ നരസ്നേഹികളെ പോലെ ആമേൻ ആക്കി തീർക്കുവാൻ കഴിഞ്ഞ ഒരു മാർഗമാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമം. അതുകൊണ്ട് യേശുവിന്റെ നാമം എന്ന് പറയുന്നത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന നാമമാണ്. മനുഷ്യൻ പുറമെ മാറുന്നതിനല്ല കാര്യം, മനുഷ്യന്റെ അന്തരംഗത്തിന് മാറ്റം വരണം. അവന്റെ അന്തരംഗത്തിന് മാറ്റം വന്നാൽ അവൻ ഒരു പുതു മനുഷ്യനായി മാറാനിടയാകും. ഭാവം വിട്ടവനും അവൻ തെറ്റായ വഴിയിൽ നിന്ന് സ്വസ്നേഹിയായി ജീവിക്കാൻ ഇടയാകാതെ ദൈവസ്നേഹിയായി വരുവാൻ ഇടയായി തീരും സുഹൃത്തെ. അതുകൊണ്ടാണ് ഈ പ്രഭാഷണം ഇങ്ങനെ നടത്തുന്നത്. എത്രയോ അമ്മമാര്, എത്രയോ സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. വീട്ടിനകത്ത് ചെല്ലുമ്പോൾ മദ്യപിച്ച് ബോധരഹിതരായിരിക്കുന്ന മക്കളെ കണ്ട് നെഞ്ചിടിപ്പോടുകൂടെ കഴിയുന്ന അമ്മമാരുണ്ട്. വീട്ടിനകത്ത് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒത്തിരി ഒത്തിരി സഹോദരിമാരുണ്ട്. ഒന്ന് ഞാൻ പറയട്ടെ, ഇവിടെയുള്ള അംബാനിമാരെല്ലാം മദ്യം വിറ്റ് പണമുണ്ടാക്കിയതാണ്. ഇവിടെ ഏറ്റവും ലഹരി പദാർത്ഥം വിറ്റ് പണമുണ്ടാക്കിയത് മാനിച്ചന്ദ് എന്ന് പറയുന്ന മനുഷ്യനാണ്. മാനിച്ചന്ദിന്റെ മകളുടെ 23ാം പിറന്നാൾ കൊണ്ടാടുമ്പോൾ 6,50,00,000 രൂപയുടെ കാറാണ് തന്റെ മകൾക്ക് പ്രസന്റേഷനായി മാനിച്ചന്ദ് കൊടുത്തത്. ഇവിടെ പുകയില ഉൽപ്പന്നം വിറ്റ് അവൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ മാനിച്ചന്ദ് കോടീശ്വരനായി വാഴുന്നു. മാനിച്ചന്ദിന്റെ മകൾക്ക് 17ാം പിറന്നാളിന് 6.5 കോടി രൂപയുടെ വാഹനം താൻ ഒരു പ്രസന്റേഷനായി വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പണം മാനിച്ചന്ദ് വാങ്ങാൻ കാര്യമെന്തെന്ന് ചോദിച്ചാൽ, പുകയില ഉൽപ്പന്നങ്ങളുടെ രാജാവായി ശക്തനായ കിരീടധാരിയായി മാനിച്ചന്ദ് വാഴുമ്പോൾ താങ്കളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, താങ്കളുടെ വീട്ടിനകത്ത് സമാധാനമില്ല. താങ്കൾ ഒരു പാക്കറ്റ് പാൻ മസാല കൊണ്ട് വാങ്ങുമ്പോൾ ആ മാനിച്ചന്ദിന്റെ അക്കൗണ്ടിലാണ് ആ പണം ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ദൈർഘ്യമാക്കുന്നില്ല. 1-2 കാര്യം പറഞ്ഞ് ഞാൻ പര്യവസാനം കൊടുക്കാം. സമാധാനമില്ലാത്തവരെ സമാധാനം തന്ന് ആശ്വസിപ്പിക്കുവാൻ, സ്നേഹമില്ലാത്തവന് സ്നേഹം തരുവാൻ കാൽവരുടെ കുലമരത്തിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാര്യം ഏറ്റ നസ്രയൻ എന്ന യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. രാജാതി രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ മനസ്സുണ്ടോ? താങ്കൾ ആരും ആയിക്കൊള്ളട്ടെ, ഏത് ജാതി വർണ്ണ വ്യത്യാസമോ അതല്ല വിഷയം. താങ്കളെ മനുഷ്യനായി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യശ്രോതാവേ, താങ്കൾ ഒരു പാപിയാണെന്ന് ചിന്തയുണ്ടോ? ഞങ്ങളുടെ മുമ്പിലൂടെ പ്രസന്റ് ആകണമെന്ന് നിങ്ങൾ പറയുന്നില്ല. താങ്കൾ ആയിരിക്കുന്നിടത്ത് താങ്കളുടെ ഹൃദയത്തിനകത്ത് ഞാനൊരു പാപിയാണ്, എന്നെ ഞങ്ങളുടെ രക്തം കൊണ്ട് കഴുകണമേ കർത്താവേ എന്ന് താങ്കൾ പ്രാർത്ഥിക്കുമെങ്കിൽ താങ്കളുടെ ജീവിതത്തിന് സ്വസ്ഥത തരുവാൻ ഈ യേശു മതിയായ ദൈവമാണ്. ദൈവത്തിൽ വിശ്വസിക്കാം, എങ്കിൽ ദൈവം നമ്മെ മാനിക്കാനിടയാകും. വളരെ പ്രാർത്ഥനാപൂർവം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ.